ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നിരുന്നു. ഇപ്പോൾ സമാധാന അന്തരീക്ഷം. തന്നെ ഏൽപ്പിച്ച ചുമതല നല്ല രീതിയിൽ നിർവഹിക്കുമെന്നും സിസ തോമസ് പറഞ്ഞു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ ഇപ്പം ഞാൻ അതാണ് ഒരു ബ്രീഫിംഗ് അവിടുന്ന് രജിസ്ട്രാർ തന്നെയാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്. നല്ല രീതിയിൽ പോകുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ഒരു സമൂഹത്തെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുമ്പോൾ കേരളത്തിന് എല്ലാവിധ നല്ല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതിന് എന്നാൽ കഴിയുന്ന വിധം എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യ സുജി ചേരുന്നു. സൂര്യ, മറ്റ് ചാൻസലർമാർ എപ്പോഴായിരിക്കും ചുമതലയേൽക്കുക? ഈ വിഷയത്തിൽ സർക്കാരിന്റെ ലിസ്റ്റ് മറികടന്നുകൊണ്ടാണ് ചാൻസലർ ഒരു നടപടിയിലേക്ക് വൈസ് ചാൻസലറെ നിയമിക്കുന്ന രീതിയിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതിരോധമായിരിക്കും ഉണ്ടാവുക? ലക്ഷ്മി, ഇന്ന് രാവിലെ 10:30 സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി ചുമതലയേറ്റത്. കഴിഞ്ഞ ദിവസമാണ് ഗവർണർ സിസ തോമസിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തത്. നേരത്തെ സിസ തോമസ് KTU സർവകലാശാലയുടെ VC ആയിരുന്നു. ആ സമയത്ത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു തുറന്ന പോര് തന്നെയായിരുന്നു. കാരണം സർക്കാരിനോട് കൂടിയാലോചിക്കാതെയായിരുന്നു സിസ തോമസിനെ VC ആക്കിയത് തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അടക്കം പോയിരുന്നു. എന്നാൽ രണ്ടിടത്തും സർക്കാരിന് തിരിച്ചടി ലഭിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീണ്ടും സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി ചുമതലപ്പെടുത്തിയതോടെ സർക്കാരിനെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് ഗവർണറിന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിൽ പ്രതികരിച്ചതാണ്. അതായത് കൂടുതൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോകും, സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. സിസ തോമസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ VC ആയി സർക്കാരിന്റെ കണ്ണിലെ കരടായിട്ടായിരുന്നു അവർ തുടർന്നിരുന്നത്. 2023 സർക്കാർ കൊടുത്ത ഹർജിയിൽ മാർച്ചിൽ അവർക്ക്, അതായത് ഹൈക്കോടതി സർക്കാരിന്റെ റദ്ദ് ചെയ്തത് സിസ തോമസിനെ VC ആയി തുടരാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് പോലും സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതുവരെയായും സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളടക്കം സിസ തോമസ് ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് താൻ ചുമതലയേറ്റപ്പോൾ KTUവിൽ തനിക്ക് നേരിട്ട അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സമാധാനപരമായ അന്തരീക്ഷമാണ്, തനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്നവർ പറയുന്നു. സൂര്യ, സിസ തോമസിന്റെ നിയമനം നിയമവിരുദ്ധമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുമ്പോൾ ഈ നിയമനത്തിനെതിരെ വീണ്ടും സർക്കാർ ഒരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുണ്ടോ? അതെ ലക്ഷ്മി, കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദുവിനോട് സംസാരിച്ചപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അത് ഈ ഡിജിറ്റൽ സർവകലാശാല മാത്രമല്ല, KTU സർവകലാശാലയിൽ ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടിടത്തും സർക്കാർ മുന്നോട്ട് വെച്ച പാനലിലെ ആളുകളെയല്ല ഗവർണർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെ നാണം കെടുത്താനുള്ള ഒരു നടപടി തന്നെയായിരുന്നു ഗവർണർ എടുത്തത്. അതുകൊണ്ട് സർക്കാർ മറ്റ് കൂടിയാലോചിച്ചതിന് ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസ് ചാർജ് ഏറ്റെടുത്തപ്പോൾ അവിടെ മറ്റ് സംഘടനകളൊന്നും തന്നെ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നില്ല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഡോക്ടർ സിസ തോമസ് അവിടെ ചുമതലയേറ്റിരിക്കുന്നത്. ലക്ഷ്മി. സൂര്യ, മറ്റ് ചാൻസലർമാർ എപ്പോഴായിരിക്കും ചുമതല ഏൽക്കുക? സാങ്കേതിക സർവകലാശാല VC ഒക്കെ എപ്പോഴായിരിക്കും ചുമതല ഏൽക്കുക? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാൻസലർ എന്ന് പറഞ്ഞു പോകുന്നു, ക്ഷമിക്കുക. വൈസ് ചാൻസലർ എപ്പോഴായിരിക്കും? ഈ കുസാറ്റ് അധ്യാപകനായ K ശിവപ്രസാദാണ് സാങ്കേതിക സർവകലാശാല VC അദ്ദേഹത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ആ VC എപ്പോഴായിരിക്കും ചുമതല ഏൽക്കുക? മാത്രമല്ല, ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നിലവിലുണ്ടെങ്കിൽ പോലും, സർക്കാരിൻ്റെ അഭിപ്രായം കണക്കിലെടുക്കണമെന്ന നിർദ്ദേശം നിലവിൽ ഉണ്ടെങ്കിൽ പോലും സുപ്രീം കോടതി വിധിയാണ് ഇവിടെ ഗവർണർ ആശ്രയിച്ചത് എന്ന് തോന്നുന്നു അല്ലേ VC നിയമനത്തിന്? പത്മ, നേരത്തെ തന്നെ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ K ശിവപ്രസാദ് എത്തി. ഇപ്പോൾ അവിടെ ഇടത് സംഘടനകൾ ഡോക്ടർ K ശിവപ്രസാദിനെ വൈസ് ചാൻസലറായി ചുമതല ഏൽക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഗവർണർക്കെതിരെയും ഡോക്ടർ K ശിവപ്രസാദിനെതിരെയും വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇടത് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇടത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ K ശിവപ്രസാദ് രാവിലെ 10 മണിയോടെ തന്നെ സാങ്കേതിക സർവകലാശാലയിൽ എത്തിയതാണ്. അദ്ദേഹം സാങ്കേതിക സർവകലാശാലയിലെ സീനിയർ പ്രൊഫസറാണ്. ചിപ്പ് ടെക്നോളജി
ടെക്നോളജിയിലെ സീനിയർ പ്രൊഫസറാണ്. അദ്ദേഹം ഇന്ന് രാവിലെ 10 മണിയോടെ തന്നെ APJ അബ്ദുൽ കലാം സർവകലാശാലയിൽ എത്തിയിരുന്നു ചുമതലയേൽക്കാൻ. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെയായും ചുമതലയേൽക്കാൻ വേണ്ടി ഇടത് സംഘടനകളുടെ പ്രതിഷേധം മൂലം സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഗവർണർ ഈ ഒരു നിയമനവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഗവർണറുടെ വാദം ഇങ്ങനെയാണ്: ഈ താൻ നിയമിച്ച 2 പേർക്കും ആവശ്യത്തിലധികം സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന് കാണിച്ചു തന്നെയാണ് ഗവർണർ ഈ 2 നിയമനവും നടത്തിയിരിക്കുന്നത്. ലക്ഷ്മി, വൈസ് ചാൻസലർ നിയമനത്തിൽ വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോരാണ് നമ്മൾ കാണാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സർക്കാർ നിയമയുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നിരുന്നുവെങ്കിലും അതുണ്ടായില്ല എന്നതിൽ അവർ ആശ്വാസം പങ്കുവച്ചു. പക്ഷേ ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല VC ചുമതല ഏറ്റെടുക്കാനും അവിടെ എത്തി ചുമതല ഏറ്റെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവിടെ അധ്യാപക സംഘടനകളുടെ അടക്കം വലിയ തോതിലുള്ള ഇടത് സംഘടനകളുടെ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അതിനാൽ അദ്ദേഹത്തിന് ചുമതലയേൽക്കാൻ കഴിഞ്ഞില്ല. ഗവർണറുടെ നിയമനം വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് ഇടവയ്ക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സർക്കാർ നിയമവിരുദ്ധമാണെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സൂര്യ സുജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.